Hello guys, welcome to our channel. Let's watch Jailer Part 4. Mumbai. There is it, man. ഈ സീൻ്റെ ഒന്നും ഓളത്തിൻ്റെ കേസ് പറയേണ്ട കാര്യമില്ല. തിയേറ്റർ കത്തായിരിക്കും. നമ്മുടെ സ്വന്തം ലാലേട്ടൻ, ദി കംപ്ലീറ്റ് ആക്ടർ മോഹൻലാൽ. കൈവച്ച അതാരാണെന്നറിയാൻ എനിക്ക് ആഗ്രഹമുണ്ടാവില്ലേ? ഇങ്ങനെയൊക്കെ ലാലേട്ടനെ കാണാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ. இதுக்கு மேல நான் எப்படிடா ஸ்வீட்டா கேட்க முடியும்? என் கண்டெய்னரை எடுக்கணும்னு நினைச்சது யாரு? അത് പറഞ്ഞാ സാറേ, അപ്പൊ നീ പറഞ്ഞില്ലേ ഞാൻ എന്താ നിന്നെ ഡിന്നറിന് ലാലേട്ടൻ എന്താ മോനെ അതെ, ലാലേട്ടൻ്റെ എന്താ മോനെ ചോദ്യത്തിനൊരു പ്രത്യേക ഒരു രസമുണ്ട്. ഇമാതിരി റോളൊക്കെ ചെയ്യാനായിട്ട് ലാലേട്ടൻ ചുമ്മാ പൂ പറിക്കണ ഒന്നും പറയണ്ട, പുഷ്പം പോലെ ചെയ്യുമ്പോഴേ. मुझे पता है तू भी नहीं बोले. ഓ साहब करीम ने बोला था सब ऐसा करने के लिए. करीम साले झूठ बोल रहा है. ദിസ് മാൻ. सर करीम ने पन्ने सुना है, करीम ने पन्ने सुना है सर. அப்படியா? അവൻ സെത്തുക്കപ്പുറവും നീ അത് சொல்லണ அவன் சத்ததுக்கும் அப்புறமும் ലുക്ക് ഭയങ്കര രസാട്ടോ. ആ ഷർട്ട് ഉണ്ടല്ലോ அப்ப கரிந்தா ചിറ്റിപ്പുലി സ്റ്റൈൽ. ആ വൈൽഡാണ്, എട്ടൻ വൈൽഡാണ്. ഹേ மூஞ்சி நல்லா கழுவி சாப்பிட்டு ഓ ദ സ്ക്രീൻ പ്രസൻസ്. ആ കയ്യിലിങ്ങനെ ഇട്ടിട്ട് നടക്കണമെന്നുണ്ടല്ലോ. ലാലേട്ടൻ മറ്റേ തോളൊന്ന് ചരിച്ചിട്ടുള്ള വാക്ക്. എല്ലാ നാട്ടുരാജാവാണ് ഇങ്ങനെ ചാടി വന്നിട്ട് ഇങ്ങനെ ആ മുണ്ടൊക്കെ കയറ്റിട്ട് കൈയൊക്കെ സെറ്റ് ചെയ്യുന്നു. ഏതിലും ഞാൻ മറന്നു. ഏതാ എനിക്ക് മനസ്സിലായില്ല. നാട്ടുരാജാവിലാണോ നരസിംഹത്തിലാണോ നീ ഞാൻ മറന്നു ഏതിലാണ്. நானே வரேன்னு சொன்னல, நீங்க எதுக்கு இவ்வளவு தூரம்? வேலை எனக்கு தானே, நான் தானே வரணும். உட்காருங்க. உட்கார் உட்கார். பண்ணிட்டேன். ஆக்சுவலாக நீங்கள் சொன்ன மாதிரி அந்த க்ரௌனை எடுக்கிறது கொஞ்சம் கஷ்டமான விஷயம். ஏன்னா கவர்மெண்ட் அதை ரொம்ப க்ளோஸாக வாட்ச் பண்ணிட்டு இருப்பாங்க. അല്ല, നമ്മൾ മലയാളികൾക്ക് എന്താ വേണ്ടേ? രജനീകാന്ത് മോഹൻലാലും ഒരേ ഫ്രെയിമില്. അതെ, பதிலாக அந்த க்ரௌனை எடுக்க சொன்னாங்க. മമ്മൂട്ടിയും രജനീകാന്ത് ഒരുമിച്ചുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ മോഹൻലാലും രജനീകാന്ത് ഒരേ ഫ്രെയിമിൽ വന്നിട്ടില്ലല്ലേ? ഇതിന് വേറെ പടമില്ലല്ലേ? ഇല്ല ഇല്ല ഇല്ല. അത് നമ്മുടെ ഒരു ஓகே சொன்னா പ്രൈഡ് മൊമെന്റ് ആണ് മലയാളികൾക്കെല്ലാം. ஷூட் பண்ணுவாங்க. நோ 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 மேத்யூ, நான் சொன்னேன்ல, இப்போ என் பையன் அவன்கிட்ட தான் இருக்கான். தப்பாயிடும். அது என்ன ரிஸ்காக இருந்தாலும் அந்த கிரீட்டத்தை நானே எடுக்கிறேன். இவங்க ஓகேவா பாருங்க. അതിന്റെ ഇടയ്ക്ക് കൊണ്ടുപോയി. என்னை நம்பி வந்துட்டாங்க. அப்படியா? ஆ, Can I use the Western bathroom? വെസ്റ്റേൺ ബാത്റൂം. Thank you. ഗൺസ്, ബിഗ് ഗൺസ്. ഓ தேங்க்ஸ் மேத்யூ. எனி டைம் ஃபார் யூ சார். நான் அந்த ஆளு இந்த மாதிரி ஒரு இடமே பார்த்ததில்ல. எதுக்கு இங்கே வந்து செட்டு போட்டுங்க? இல்லை லீக் ஆகிடக்கூடாது. இது ஒரு ஹாலிவுட் படம் ரிஃபரன்ஸ் பாபு. பார்த்தீங்கன்னா இதில் என்ன பயங்கரமாக இருக்கு சொல்லு. ശരി ബോസ്. அவன் எப்படி லைட் அடிச்சாலும் அது அவன் மேல படாம பூந்து பூந்து போறான்ல, அதான் பயங்கரம். இல்லை, அவன் எப்படி போனாலும் அந்த லைட் அவன் மேலே அதுதான் பயங்கரம். ഫെരാരി நீங்கள் ப்ராக்டிஸ் பண்ணுங்க. ആദ്യം ഞാൻ ഫ്രണ്ടിൽ സിമ്പിൾ കണ്ടില്ലായിരുന്നു. ടെസ്റ്റ് അടിക്കാൻ ആൾക്കൊന്നും പറ്റാതിരിക്കാനുള്ള മോഡിഫിക്കേഷൻ ആയിരിക്കും GB ചെയ്തത്.
ஆதிநாராயண கோவில் இருக்கிற ட்ரெஷர் வால்ட் சிசிடிவி கேமரா ஃபுட்டேஜில் இந்த ஃபுட்டேஜ் ஆட் பண்ணணும். அதெல்லாம் முடியாது சார். 5 lakhs. சார் எவ்வளோ பெரிய விஷயமா இருந்தா என்ன? அதுவும் சார் நான் என்ன സിമ്പിളായിട്ടല്ലേ? അതെ അതെ. ബ്ലാസ്റ്റ് മോഹൻ. யூ ஆர் ஃப்ரம் சிபிஐ. அதெல்லாம் ஒன்றும் வேணாம், நீங்கள் தூக்கிட்டு அந்த க்ரௌன் தான் வேணும். ഗൗണ് ആര് ഗൗണ്? ഗൗണ്. க்ரௌன் இல்லை, க்ரௌன். എന്നാ വൈഡ് ഷോട്ടാണ്. ഓ എഫക്ട്സ് നല്ല രസമുണ്ട് കേട്ടോ. എനിക്ക് ശരിക്കും ആയിരിക്കും. അല്ല മറ്റേ ഗൺ ഇതിൻ്റെ റോക്കറ്റിൻ്റെ അതെന്നെ വി എഫ് എക്സ്. ഗൺ ഷോട്ടിന്റെ വി എഫ് എക്സ് എങ്ങനെയുണ്ട് നോക്ക്. ഓ Just focus on the target. നല്ല വി എഫ് എക്സ് ആ ഗൺ ഷോട്ടിന്റെ. Anju, shoot. ഓ நான் சொல்றவருக்கு எந்த ஆக்டிவிட்டி வேண்டாம். All of you stay down. ഒരു മരം മാത്രം അവിടെ ഉള്ളത്. நான் செத்தா கூட பரவாயில்ல சார், அவங்க எல்லாரும் கொல்லாம விட மாட்டேன் சார். കൊള്ളാം. കോമ്പോസിഷനൊക്കെ ആയിട്ട് നല്ല സെറ്റാട്ടോ. ഇത് ഡെസേർട്ട് പോലത്തെ ടെറൈനിൽ പിടിച്ചേക്കണ കാരണം നല്ല ഒരു ഹോളിവുഡ് വൈബുണ്ട്. ഞാൻ സ്പെറിക്കൽ ലെൻസിൻ്റെ പറയണ്ട, ആ ലുക്ക് ഭയങ്കരമായിട്ട് കംപ്ലീറ്റ് ചെയ്തു. ഓ സ്ലോ മോഷൻ അല്ലേ? Nice. ഓ അതും കിടുമായിരുന്നു കേട്ടോ. ഞാൻ ഷോട്ടൊക്കെ മറന്നു പോയായിരുന്നു. ഡാർക്കിൽ മറ്റേ ഗൺ ഷോട്ടിന്റെ മാത്രം ലേറ്റ് വരുന്നു എന്ന് പറഞ്ഞിട്ട്. വെരി നൈസ് ആയിരുന്നു. Nice. Oh. Oh. That was awesome. Oh. Very. Oh. രജനികാന്തിനെ കൊണ്ടിരിക്കാറായോ? എന്ത് ക്ലീൻ ഷോട്ടാന്ന് നോക്കിക്കേ, കൈയൊക്കെ ആയിട്ട്. അല്ല ഇമാരെ ആക്ഷനാണല്ലോ സിനിമയ്ക്കുള്ളിൽ, ഇമാരുടെ ഡമ്മി റോൾ പ്ലേ ആണല്ലോ ഇത്. അത് കഴിഞ്ഞിട്ട് അല്ലായിരുന്നെങ്കിൽ രജനികാന്തിനെ ഒറിജിനലായിട്ട് വെടി വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ തീരും. ഇത് ഫേക്ക് ക്രൗൺ അല്ലേ? ഓക്കെ ഞാൻ അതൊക്കെ മറന്നുപോയി. കൊറേ നാളായില്ലേ കണ്ടിട്ട്. பொருள் எடுத்தாச்சு, உங்கள் ஆளுங்க கீழே கொடுத்து அனுப்புகிறேன். பொருள் கையில் வந்த உடனே ஏற்கனவே நம்ம பேசின மாதிரி பையனை நான் இருக்கிற இடத்துக்கு அனுப்பி வை. நடுவில் ஏதாவது கேம் ஆட நினச்ச நீங்கள் சொல்கிறது எல்லாமே ஓகே. முதல்ல அனுப்புங்க. உங்கள் பையன் கண்டிப்பாக உங்கள் கையில் திடும், பத்திரமே திடும். இது வர்மனோட പൊളി.
കണ്ടോ ഭയങ്കര ക്ലീൻ ഫ്രെയിം. ഓ ആ കോമ്പോസിഷൻ നൈസ്. ഇത് ഇന്ത്യ ആണോടെ? അറിയില്ല. പുറത്തായെന്ന് തോന്നുന്നു. Play over. Relax. ട്വിസ്റ്റ് വാ എന്താ അഭിനയം. അല്ല ഇതിൻ്റെ അകത്ത് ഗുണ്ടകളെല്ലാം നല്ല ആക്ടേഴ്സ് ആണ്, ഡാൻസേഴ്സ് ആണ്, കലാകാരന്മാരാണ്. இவ்வளோ வேலையாக இருக்குது. கரெக்டான டைமில் புல்லட்டும் வெடிக்கணும், சாகவும் செய்யணும், நடிக்கவும் செய்யணும். எவ்வளோ ஒர்க்கு சார். இப்படி திருடுற மாதிரி நடிச்சதுக்கு நிஜமான க்ரௌண்டை நிஜமாக திருடி இருக்கலாமே. அது இன்னும் ஈஸியாக இருந்திருக்கும்ல. திருடுறதுக்கு தான் என்ன திருடுறது? പോലീസ്ഡാ. அது என்னமோ கரெக்டு தான். Is everything okay, sir? All well. Good job, Jafar. Thank you, sir. It's a team effort. Thank you. Any time for you, sir. ബ്ലാസ്റ്റ് മോഹൻ. சாரி ஃபார் ட்ரபிளிங் யூ சார். நாங்கள் செக் பண்ணி பார்த்ததுல அந்த க்ரௌண்ட் ஒரிஜினல் கன்ஃபார்ம் ஆயிடுச்சு. அந்த ஃபுட்டேஜும் ஷூட்டிங் ஃபுட்டேஜ் தான். சாரி சார். என் லவ்வுக்கு ஒன்று மீடியேட்டராக இருக்கு சொன்னேன். உன் லவ்வுக்கு என்ன மீடியேட்டர் ஆக்கிட்டல? പിടിച്ചല്ലേ. ஓகே அவுர்ரா அந்த விக் அவுர்ரா பவன் கல்யாண் ஹேட் கேல வச்சிருக்க டோப்பா மண்டே சவுண்ட். ഓ Go ahead. பிளைண்ட் லவ்வா. இது வரைக்கும் உனக்கு எவ்வளவோ கிஃப்ட் கொடுத்துருக்கேன். இப்போ ஒன்னையே கிஃப்ட் போயிட்டு. അല്ല പൊതുവെ തമിഴ് സിനിമകളിൽ അബ്ബാസാണ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. எல்லாம் கிளம்பு கிளம்பு, ஸ்பெஷல் ஒர்க் இருக்குது. நிக்காம போயினே இரு. நட நட நட, வேகமா நட. മോൻ ക്രൗണിന്റെ ആ ജമ്മിൽ തന്നെ ഫോക്കസ് ചെയ്ത് കാണിച്ചായിരുന്നു കേട്ടോ. ഓ ആ ഷോട്ട് നോക്കിയേ, മറ്റേ വർമ്മന്റെ തലയിൽ കിരീടം ഇരിക്കുന്ന രീതിയിൽ ഷോട്ട്. ഓ എന്നിട്ട് അത് എടുത്തിട്ട് തലയിൽ കാട്ടി. നൈസ്. ഇപ്പോഴും അതെ ആ കിരീടത്തിന് തലയ്ക്ക് മുകളില് വരുന്ന രീതി തന്നെ. മോനെ കണ്ടോ ജയിലട പവർ. சும்மா சொல்லக்கூடாது. உன் அப்பா செம்ம பவர். இதுதான் அப்பயே சொன்ன உங்ககிட்ட. எங்க அப்பா மனசு வச்சா என்ன வேணா பண்ணுவாருன்னு. അതിനു വേണ്ടി തന്നെ ആളുകൾ വെച്ചിട്ട് ആ കോമ്പോസിഷൻ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലേസ് ചെയ്യണം. എല്ലാം കാണുന്നു. அப்பா வேற மாதிரி, நான் வேற மாதிரி. அவருக்கு நேர்மை நியாயம் தான் முக்கியம். எனக்கு சந்தோஷமா இருக்கணும். ഫിൽറ്റർ കൊള്ളാം. அதுதான் முக்கியம். ജം ഫിൽറ്റർ അല്ലേ? ജം ഫിൽറ്റർ. இதுக்கு நடுவில் யார் வந்தாலும், எங்க அப்பாவே வந்தாலும் எனக்கு பிடிக்காது. அவருக்கு பிடிச்ச மாதிரி அவர் வாழ்ந்துட்டாரு. நான் எனக்கு பிடிச்ச மாதிரி இனிமேல் தான் வாழணும். ഒരൊറ്റ ഇരിപ്പിൽ തന്നെ കുറെ ഇമോഷൻസ് ഉണ്ട്. ஹலோ, இன்னைக்கு அர்ஜுன் பிறந்த நாள், எல்லாரும் சேர்ந்து கோவிலுக்கு போலான்னு சொல்லியிருந்தேன். இன்னைக்காவது வீட்டுக்கு வாங்களே. ஏங்க இப்படி பண்றீங்க? ആ ഈ ചിരി ഉണ്ടല്ലോ മാൻ. അത് പറയാനുള്ള സാധനങ്ങളെല്ലാം ഈ ഒരൊറ്റ ചിരിയിൽ പുള്ളി പറഞ്ഞു. ആ സീനില് എല്ലാം നടന്നു. മറ്റേ ഒരു ഇന്റർവ്യൂവിൽ നെൽസൺ പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചിരി, ഈ സ്മൈൽ ചെയ്യണ സീൻ രജനീകാന്ത് തന്നെ സജസ്റ്റ് ചെയ്ത് ഇത് ചെയ്താന്നാ പറഞ്ഞത്. எப்படி பார்க்கீங்க? நீங்க இல்லைன்னா எனக்கு என்ன ஆயிருக்கும் கூட தெரியல. நீங்க திருப்பி வந்து என்னை காப்பாத்துவீங்கன்னு நான்
ഒരു ചോദ്യം ചോദിക്കാം. ഇപ്പോഴല്ല, എപ്പോ നേരത്തെ വന്നു. അപ്പാക്കിട്ട് ഏതാവത് എന്നെ അഭിനയ കിരീട ഫേക്കടാ. பண்ணிக்கணே வர்மா இங்க வா. என்ன வர்மா இதில் பேசு. എന്നെ ചില്ലായിട്ടാ. ஹலோ, நீங்கள் டெஸ்ட்டு கொடுத்த க்ரௌண்ட் வந்து ஒரிஜினல் கிடையாது. அதுங்க எல்லாம் டெஸ்ட்டும் ஃபெயில் ஆயிடுச்சு. இல்லையே, நாங்கள் ஃபுல்லாக பார்த்துட்டே தானே இருந்தோம். இங்கே மட்டும் இல்லை, நீங்கள் இன்னும் அதை எத்தனை டெஸ்ட் காமிச்சாலும் அது எங்கேயோ பாஸ் ஆக போகிறது கிடையாது. ஏன்னா இட்ஸ் கிளியர்லி ஃபேக். இல்லைங்க, எனக்கு தெரிஞ்சது வாய்ப்பே இல்லை. நாங்கள் நல்லா செக் பண்ணிட்டோம். நீங்கள் இன்னொரு வாட்டி செக் பண்ணுங்கள். ஆல்ரெடி அதை நிறைய வாட்டி செக் பண்ணியாச்சு சார். ഷോട്ട്. ഓ, ദ റോ വിനായകൻ. வேகா மொத்தமா வேகு. இவ்வளவு நாள் என் கூட இருந்த எனக்கா வேகா. കൂടെ അത്ര നടന്നയാളെ ഇങ്ങനെ കൊല്ലാനായിട്ട് തയ്യാറായെന്ന് പറയുമ്പോൾ ബ്രുട്ടാലിറ്റി ശരിക്കും നമുക്കറിയണം. அப்பனா പ്രൊഫഷണൽ. 100% ப்ரொஃபஷனல். ഓ, ചോരയൊക്കെ പല്ലടിച്ചിരിക്കണത്. நீ அச்சி செத்த நான் நிஜமாவே செத்துருவேன். நானே செத்துறேன் வர்மா. டேக் கேர். ഓ, നല്ല ക്യാരക്ടറായിരുന്നു. அப்பா, 4.5 வருஷமா இந்த கேஸில் யார் யார் இன்வால்வ் இருக்காங்கன்னு கண்டுபிடிக்கிறதுக்கு நான் ரொம்ப கஷ்டப்பட்டிருக்கேன். டிபார்ட்மெண்ட்டில் எனக்கான வர வேண்டிய கிரெடிட்டும் வராமல் போயிடும். രജനീകാന്ത് ഇരിക്കുന്ന ബോഡി ലാംഗ്വേജ്. இந்த மொத்த குரூப்பையும் கண்டுபிடிச்சு இந்த கேஸை சால்வ் பண்ணிடுறேன். ப்ளீஸ்ப்பா, எனக்காக. ஓகே ஓகே, எதுக்கும் இதுவும் கையில் இருக்கட்டும். ഉണ്ടാവില്ല. அப்பா கிட்ட ஏதாவது சொல்லணுமா? அதான் எல்லாம் சொல்லிட்டேனேப்பா. ടിപ്പിക്കൽ ഇന്ത്യൻ പേരൻസിന്റെ ഒരു ടോക്കല്ലേ അത്, അങ്ങനെ ചോദിക്കുന്നത്. ஹலோ, எங்கள் அப்பா எல்லாத்தையும் டிபார்ட் ஃபோனில் வேண்டாம், டாப் பண்ணுவாங்க. நேரில் வா, பேசிக்கலாம். ഓ, സ്മോക്ക് സീൻ. அது எப்படி ஃபேக் கிரவுண்ட் கொண்டு ஒரிஜினல் பாயிண்ட் கூட்டிட்டு போலாம். 100% പ്രൊഫഷണൽ. ஜெயிலர் வரதுக்கு முன்னாடி நான் இங்கே இருந்து கிளம்பும். സിനിമയുടെ അവസാനം ആകുമ്പോഴത്തേക്ക് ആ സെറ്റ് പൊളിച്ച് കളയണല്ലോ. நான் தான் சொன்னேன்ல வருவாருன்னு. ഓ, ഇനി ഒരു നടന്നവരെ കൊണ്ട് പോകാൻ സ്മോക്കിനിടയിൽ ആളുകളുടെ ഒക്കെ കൈ ഇറക്കുക. ഈ ഗുണ്ടകളെല്ലാം കത്തിയായിട്ട് പിടിച്ചിട്ട് മറ്റേ രജനീകാന്ത് വരാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ അവിടെ തോക്കുമായിട്ടാ വരുന്നത്. വെറുതെ ഇൻട്രോ വരാത്ത ടൈം എടുക്കും. ഭയങ്കര ലെങ്ത് ആയിട്ടാ സാധനം വരുന്നത്. നൈസ്. സ്മോക്ക്, ഗണ്ണ്, ഫുഡ്. യെസ്. സ്മോക്കിന്റെ ഉള്ളിൽ നിന്ന് അതിൽ ബ്ലറിന്റെ അകത്തുനിന്ന് കുറച്ച് 2-3 ഷോട്ടുകൾ ഇതുവരെ ലെങ്ത് ഷോട്ട് കഴിഞ്ഞിട്ട് ഈ സാധനം വരുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര
ഇതട്ടി. ഓ നല്ല രസം അത്. തോക്കടാ, തോക്കിന്റെ അടുത്ത് കത്തിയും കൊണ്ട് എന്തിനാ മറുക്കണേ? ആന്നേ. ചുമ്മാ ഒരു വൺ സൈഡ് മാസാക്ര. വാവ്. ആ കത്തിന്ന് ചോരത്തുള്ളിയൊക്കെ വീഴണം, ഭയങ്കര രസമാണ്. നൈസ്. അയ്യാ തലവർ. മോനെ இங்க வாடா கண்ணா. ஜெயிலர், இதெல்லாம் உனக்கு ஒண்ணும் இல்லைன்னு எனக்கு தெரியும். உனக்கு நான் வேற ஒண்ணு வச்சிருக்கேன். இப்போ உன் ஃபேமிலி எங்கிட்ட தான் இருக்கு பாரு. நீ இப்ப இங்க இருந்து கிளம்பிட்டேன்னா அவங்கள நான் ஒரு മറ്റേ സാധനം ജയിലിലെ സീൻ. യെസ്. நீ எங்க இருந்து போறியா இல்லன்னா இவங்க ரெண்டு பேரோட தலையை வெட்டி தூக்கி போடுவா. அங்கே மூணாவது ஒருத்தன் இருப்பானே. யாரு? உன்னோட பேரன் தானே? ഇത് തിയേറ്ററിൽ തന്നൊരു സാധനം ഉണ്ടല്ലോ. അത് കഴിഞ്ഞ് സിനിമ ഇറങ്ങി കഴിഞ്ഞിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഈ ഒരു പർട്ടിക്കുലർ ഷോട്ട് കുറെ ഭയങ്കര വൈറലായിരുന്നു. ഫോണിൽ എപ്പോഴും ഇൻസ്റ്റാഗ്രാം തുറന്നു കഴിഞ്ഞാൽ ഈ സാധനം തന്നെയായിരുന്നു. ഈ നടന്നു വന്നിട്ട് വാക്ക് ചെയ്യണേ. യെസ്. ഓ അതിന്റെ ഇടയിൽ അനിരുദ്ധിന്റെ സ്കോർ. യെസ്. പുള്ളിയൊന്നും പറയുന്നില്ല. ആ നോട്ടത്തിൽ തന്നെ എന്നെ ഷാർപ്പ് നോട്ട. ഓ ടിഷ്യൂ പേപ്പർ. വീട്ടുകാർ ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടെന്ന്. സിമ്പിൾ. യെസ്. അവിടുന്ന് ട്രാൻസ്പോർട്ട് ചെയ്യണ ഐറ്റംസ് ഇതില് പിന്നെ പറയണ്ട. ലാലേട്ടൻ ഇവരുടെ ഇൻട്രോ ഒക്കെ ഇവർക്ക് ഓരോ ഇൻഡിവിജ്വൽ ഇതുണ്ടായിരുന്നു, സ്കോർ ഉണ്ടായിരുന്നു. പക്ഷെ ഇത് സെയിം സാധനം തന്നെ. പക്ഷെ ഇത് ഭയങ്കര കിടുവാ. ഗൂസ് ബംസ്, രോമാഞ്ചം. ലാലേട്ടൻ ഇനി ഒരു സാധനം ഉണ്ട്. ടൈഗർ കാ ഹുക്കും. അത് ഒരു സാധനം. ഇതൊരു സിഗരറ്റ് കത്തിക്കണ ഒരു സീനുണ്ട്. യെസ്. 3 പേരെ അങ്ങനെ കാട്ടണമുണ്ടല്ലോ. സ്റ്റൈൽ മന്നൻ രജനികാന്ത്. യെസ്. എന്നതാ അത്? സ്മോക്ക് വെച്ചിട്ട് കുറെ കളി കളിച്ചിട്ടുണ്ട്. என்ன கொண்டுட்டு உன்னால நிம்மதி இருக்க முடியாது.
என் பின்னாடி பெரிய ஒரு உலகமே இருக்கு ஜெயிலர். ജയിലർ 2 இது ஒரு பெரிய நெட்வொர்க். யார் யார் எப்ப வரும்னு உனக்கு தெரியாது. உன் வாழ்க்கை நரகமாயிடும். അല്ല ജയിലർ 2 എല്ലാരും കട്ട വെയിറ്റിംഗ് ആണ്. எல்லாமே இதோட விட்டுட்டு യെസ് മറ്റേ ആസിഡുള്ള സൾഫ്യൂരിക് ആസിഡ്. മനസ്സിലായോ? ഇത് വെച്ചിട്ടൊരു പാട്ട് തന്നെ ഇറക്കിയിട്ടുണ്ട് അവന്മാര്. ഓ മറ്റേ വർമ്മനെ കാണിച്ച അതേ ഷോട്ടില് ഇപ്പൊ ജയിലർ കാട്ടുക. തുടക്കത്തിൽ വർമ്മന്റെ ഇൻട്രോയിൽ ആ ഷോട്ടല്ലായിരുന്നു കാട്ടിയത്. ആക്സെന്റ് ഉണ്ടല്ലോ. ഓ ഡയലോഗൊന്നും ഇല്ല. യെസ് മോന് മനസ്സിലായി മൂഞ്ചിന്ന്. ഒന്നിക്കണമപ്പോ മോനിപ്പോഴായിരിക്കും ആ പുള്ളിയുടെ ശരിക്കും രജനീകാന്തിന്റെ പവർ അറിഞ്ഞത്. இப்போ ஏதாவது சொல்லணுமா? മുഞ്ചി. യെസ് ഏതാടാ അതിരപ്പള്ളിയാണോ? അറിയില്ല. അതിരപ്പള്ളി അല്ല. പൊതുവെ എല്ലാ ഷൂട്ടുകളും അതിരപ്പള്ളിയിലായിരിക്കുമല്ലോ. கெட்டவங்களாயிட்டா பெத்தவங்க வாழ்க்கை நரகமாயிடும். இல்லப்பா, அது எனக்காக பண்ணல. நீங்க, அம்மா, ஸ்வேதா, ரித்து எல்லாரும் சந்தோஷமா இருக்கணும். நீ சரண்டர் ஆகணும். உனக்கு வேற வழியே இல்லை. ഹുക്കും ടൈഗർ കാ ഹുക്കും. சரி, அப்ப எனக்கும் இது தவிர வேற வழியே தெரியல. இந்த விஷயம் இங்கேயே முடிச்சிடும். നല്ല ആക്ടറാട്ടോ പുള്ളി. ആ തോക്കിന്റെ പുറകിൽ കൊണ്ടുവച്ചു. ആ അതേലോ. യെസ് ഷെഫിലിന്റെ കരയാണോ? ഷെഫിൽ വളരെ ഇമോഷണൽ ഗൈ ആണ്. அது அப்பா வயசுல இருக்கும்போது பல்லு விழுந்துச்சு. அப்போலேருந்து இந்த பல்ல தாளில் பத்திரமா வச்சிருக்கேன். ഫസ്റ്റ് മരിച്ചു എന്ന് പറയുമ്പോഴും അതിനു മുമ്പ് ഇങ്ങനത്തെ പാട്ട് സീൻ ഉണ്ടല്ലോ. ശരിക്കും നമ്മള് ഇരുത്തോ. ആ സമയത്തല്ലേ നീ കരഞ്ഞത്? അല്ല ആ മരിച്ചു എന്നുള്ള സീൻ ഇമ്പാക്റ്റ് വേണമെങ്കിൽ അങ്ങനത്തെ ഒരു സീൻ വേണമല്ലോ. അങ്ങനെ ജയിലറിന്റെ ഫൈനൽ പാർട്ട് കൂടി അവസാനിച്ചിരിക്കുകയാണ് ഗൈസ്. ഷെഫിലെ പടം എങ്ങനെ ഉണ്ടായിരുന്നു? പടം പൊളി പടം. നല്ല റിവാച്ചബിലിറ്റി ആയിരുന്നു അല്ലേ? ശരിയാ. ഇത്രയും പ്രതീക്ഷിച്ചില്ലായിരുന്നു. സാധാരണ ഫസ്റ്റ് നമ്മൾ പടം കാണുമ്പോൾ ഫസ്റ്റ് കണ്ട പടം പിന്നെയും കാണുമ്പോൾ ആ ഒരു എഫക്റ്റ് കിട്ടാറില്ല. നൈസായിട്ട്. ഒന്നാമത് ഇപ്പം ആണെങ്കിൽ റിവാച്ചബിലിറ്റി ഉള്ള പടങ്ങൾ വളരെ കുറവാണ്. അപ്പോഴത്തേക്ക് അതിൻ്റെ ഇടയിൽ ജയിലർ ഭയങ്കര ഒരു എന്റർടൈനിങ് തന്നെയാണ്. വീണ്ടും ഹൈലി റിവാച്ചബിൾ സാധനമാണ്, ഒന്നും പറയാനില്ല. അതിന് മാസ് മൊമെന്റ്സിന്റെ ഒക്കെ ഇത് കിട്ടി. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഗൂസ് ബംസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ക്രൗഡിന്റെ കുറവുള്ളായിരുന്നു. തിയേറ്ററിൽ കാണുന്ന ക്രൗഡിന്റെ കുറവ് മാത്രമേ. തിയേറ്ററിലെ എഫക്റ്റ് ഒന്നും പറയാനില്ല, ഭയങ്കര സാധനം. അത് രജനീകാന്തിന്റെ പടത്തിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഇത് തന്നെയാണ്. അല്ല ലാസ്റ്റ് നമ്മൾ കണ്ട പടം ഏതാ? ഇതല്ലേ പേട്ടയാണ്. ഈ ഒരു ബേസിൽ പോയ പടം, ഈ ഒരു ഹൈപ്പിൽ പോയ ഒരു പടം പേട്ട ഞാൻ ഓർക്കുന്നുണ്ട്. തിയേറ്ററിൽ ഇത് കഴിഞ്ഞിട്ട് ഭയങ്കര നല്ല നൈസ് സാധനം. എൻ്റെ ഒരു ഫേവറേറ്റ് മൂവിയും കൂടിയാണ് ഇത് കഴിഞ്ഞിട്ട്. സോ നല്ലൊരു സാധനം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.